ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചും ദേവസ്വം ബോർഡിനെക്കുറിച്ചും ദേവസ്വം സ്വത്തിനെക്കുറിച്ചും ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനം ആരൊക്കെ കൈകാര്യം ചെയ്യാം എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ ആധികാരികമായ ഒരു വീഡിയോ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ യൂട്യൂബ് ചാനലിൽ മുൻ ചീഫ് സെക്രട്ടറിയും മലയാളം സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലറും സ്പെഷ്യൽ ഓഫീസറും അതുപോലെ IMG ഡയറക്ടർ ജനറലുമായിട്ടുള്ള കെ ജയകുമാർ IAS അവർ നൽകിയിട്ടുണ്ട്. അദ്ദേഹം ശബരിമലയിൽ കുറച്ചു കാലം സ്പെഷ്യൽ ഓഫീസറുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. മാത്രമല്ല നല്ല വിശ്വാസിയാണ്, ക്ഷേത്രത്തിൽ പോകുന്ന ആളുമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു, ടെലിഫോണിൽ രാവിലെ സംസാരിച്ചു. പക്ഷേ കൊച്ചിയിലാണ്, അതുകൊണ്ട് വിശദമായി എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. സുഭാഷിതത്തിൽ കഴിയുമെങ്കിൽ സാർ കൂടി അനുവദിച്ചാൽ ഈ ഒരു വീഡിയോ ചെയ്യാനും ഉള്ളൊരു മനസ്സുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ സാറിന് അയച്ചു കൊടുക്കുകയും ചെയ്യും. സാർ പറഞ്ഞ ചില കാര്യങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെടുത്തി കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് ചില സംശയങ്ങളുണ്ട്. കാരണം ആ വീഡിയോ വന്നതിന് ശേഷം നിരവധി ആളുകൾ, ഭക്തരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ വീഡിയോ എനിക്ക് അയച്ചു തരികയും സാർ ഇതിനകത്തൊരു കമൻറ്റ് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ട് അവർ പറഞ്ഞു സാറിൻ്റെ ഡിജിറ്റൽ ചാനൽ വഴി പറഞ്ഞാൽ സൗകര്യമായിരിക്കും, കേരളത്തിലൊരു പൊതു ചർച്ച വരട്ടെ. ആ ഒരു വലിയ വിശാലമായ ക്യാൻവാസിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ച നമ്മൾ ഇവിടെ തുടങ്ങി വെക്കുന്നത്. ദേവസ്വം സ്വത്ത് ആരുടേതാണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ, ഇന്ത്യൻ ഭരണഘടനയാണല്ലോ നമ്മൾ എല്ലാ കാര്യത്തിനും വേദപുസ്തകമായി പറയുന്നത്. അതിൻ്റെ ആർട്ടിക്കിൾ 26 അനുസരിച്ച് മതപരമായ സ്ഥാപനങ്ങളുടെ സ്വത്തും പണവുമെല്ലാം സർക്കാരിന് നേരിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതൊരു വിഷയം തന്നെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്, കൊച്ചി ദേവസ്വം ബോർഡുണ്ട്, മലബാർ ദേവസ്വം ബോർഡുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങളെ സംബന്ധിച്ചാണ് ഞാനീ പറയുന്നത്. കൂടൽമാണിക്യം ദേവസ്വം ബോർഡുണ്ട്. അതിൽ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് 1950 പ്രകാരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡ് ആക്ട് 2008 നിലവിൽ വന്നിട്ടുണ്ട്. ഈ നിയമങ്ങൾക്കനുസരിച്ച് എടുക്കുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട്. സുപ്രീം കോടതി പല കേസുകളിലും ഇതിനെ സംബന്ധിച്ച് വിധി പറഞ്ഞിട്ടുണ്ട്. ടെമ്പിൾ ഫണ്ട്സ് ആർ മെൻ ഫോർ ദ ടെമ്പിൾ ആൻഡ് ഇറ്റ്സ് ഡിവോട്ടീസ്, നോട്ട് ഫോർ ദ ഗവൺമെൻറ് യൂസ്. അത് രത്തിലാൽ പണച്ചന്ദ് ഗാന്ധി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ 1954. അപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് നോക്കിക്കോളൂ. പിന്നെ സുബ്രഹ്മണ്യ സ്വാമി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് 2014 2 വിധിയിൽ സുപ്രീം കോടതി ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ സർക്കാരിന് ഇടപെടാൻ കഴിയുന്നത്, ഞാൻ പറഞ്ഞ സിദ്ധാന്തമാണ്, പ്രയോഗം രണ്ടാമത് ഞാൻ പറയാം, സിദ്ധാന്തമാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. ദേവസ്വം ബോർഡിൽ ഗുരുതരമായ ഫണ്ട് ദുരുപയോഗവും അഴിമതി നടന്നാൽ സർക്കാരിന് അന്വേഷണം നടത്തി കോടതിയുടെ അനുമതിയോടൊക്കെ കൂടി സർക്കാരിന് ഇടപെടാൻ പറ്റും. അതൊക്കെയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വന്തമായ പദ്ധതികൾക്കോ പൊതുനിധികൾക്കോ ഈ പണം എടുക്കാൻ കഴിയില്ല. അതിന് തന്നെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ആർട്ടിക്കിൾ 25, 28 പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പൗരസ്വാതന്ത്ര്യമൊക്കെ പറയുന്നിടമുണ്ട്. ആർട്ടിക്കിൾ 26B ഉണ്ട്. കാര്യങ്ങൾ നിയന്ത്രിക്കാനും നടത്താനും ഓരോ മതവിഭാഗത്തിനും തങ്ങളുടെ മതകാര്യങ്ങൾ നിയന്ത്രിക്കാനും അവകാശമുണ്ട്. ദേവസ്വം ക്ഷേത്രങ്ങളുടെ സ്വന്തം മതസ്ഥാപനങ്ങൾക്കാണ് സർക്കാരിന് നേരിട്ടിൽ അധികാരമില്ല. ഇതാണ് തിയറി പറയുന്നത്. ആർട്ടിക്കിൾ 25, 28 ഒക്കെ. അപ്പോൾ അതുപോലെ തന്നെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞു, 1950 ആക്ട് പറഞ്ഞു, കൊച്ചിൻ ദേവസ്വം ബോർഡ് പറഞ്ഞു, മലബാർ ദേവസ്വം ബോർഡ് പറഞ്ഞു, 2008 പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാനമായ നിബന്ധനകൾ വച്ചു, ഇതെല്ലാം വച്ചു. അപ്പോൾ സർക്കാരിന് നിയന്ത്രണാധികാരം ഓഡിറ്റ് പോലുള്ള കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ, വലിയ നിയന്ത്രണാധികാരമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ രത്തിലാൽ പണച്ചന്ദ് ഗാന്ധിയാൻ സ്റ്റേറ്റ് ഓഫ് ബോംബെ 1954 AIR 388 കേസിൽ ഇങ്ങനെ മതസ്ഥാപനങ്ങളുടെ സ്വത്ത് മതകാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കണം, സർക്കാർ അതിൽ ഇടപെടരുത്. സുബ്രഹ്മണ്യ സ്വാമി സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് 2014 5 SCC 75, അത് ക്ഷേത്രം സംസ്ഥാനത്തിൻ്റെ ഭാഗമല്ല, സർക്കാർ രക്ഷാധികാരിയാണ്, ഉടമയല്ല, വളരെ കൃത്യമായി പറയുന്നു. അത് കഴിഞ്ഞിട്ട് ശേഷമ്മാൾ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് 1972 AIR 1586 ഒരു കേസ് പറയുന്നു, സർക്കാരിന് മേൽനോട്ടുണ്ടാക്കുക, എന്നാൽ മതകാര്യങ്ങളിൽ ഇടപെടരുത്. സർക്കാരിന് എപ്പോൾ ഇടപെടാം? ദേവസ്വം ബോർഡ് ദുരുപയോഗം, അഴിമതി, നിയമലംഘനം, കോടതിയുടെ നിർദ്ദേശമുണ്ടെങ്കിൽ, മതസ്ഥാപനം തന്നെ സഹായം ആവശ്യപ്പെട്ടാൽ, ഇങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളിൽ സർക്കാരിന് ഇടപെടാനുള്ള സ്പേസും അതുണ്ട്. എന്നാൽ കൃത്യമായി ദേവസ്വം കാര്യങ്ങളിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. ആ ഭാഗം കറക്റ്റാണ്. എന്നാൽ ഇതെല്ലാമൊക്കെയാണ് സിദ്ധാന്തങ്ങൾ. ഇനി ഒരു കാര്യം കൂടി ജയകുമാർ സാർ തന്നെ പറയുന്നുണ്ട്. തിരുവിതാംകൂർ രാജാവാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ ഗവൺമെൻറ്റിന് കൊടുത്തത്. അപ്പോൾ അവരൊരു കവനൻ്റ് ഉണ്ട്. കവനൻ്റ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് പോലൊരു സാധനമാണ്. കവനൻ്റ് ഉണ്ട്, ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ആ കവനൻ്റിൽ പറയുന്നത് ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടാക്കി, ആ ക്ഷേത്രവിശ്വാസികളുടെ ബോർഡായിരിക്കണം ക്ഷേത്രഭരണം നടത്തേണ്ടത്. അല്ലാത്ത അപ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് സ്വത്തൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല.
ദേവസ്വം ബോർഡിലേക്ക് വരുന്ന പൈസ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമുള്ള പ്രയോഗിക്കാൻ കഴിയുകയുള്ളൂ. അത് ശബരിമലയിലെ വരുമാനം വരുന്നതുകൊണ്ട് ശബരിമല ദേവസ്വം ബോർഡിൻ്റെ ശമ്പളത്തിനും മറ്റു കാര്യങ്ങൾക്കും ശബരിമലയിലെ മറ്റാവശ്യങ്ങൾക്കും മറ്റ് ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. തിരുവിതാംകൂറിലെ, കൊച്ചിയിലെ പറ്റത്തില്ല, മലബാറിലെ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. തിരുവിതാംകൂറിലെ 1250 ക്ഷേത്രങ്ങൾക്ക് ഇതിൻ്റെ പൈസയൊക്കെ കൊടുക്കാനും അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അധികാരമുണ്ട്. അതൊരു ബോർഡാണ്. അതുവരെ കഥ ശുഭമാണ്, ശുഭാന്ത്യമാണ്. പക്ഷെ കഥയുടെ രണ്ടാം ഭാഗം വളരെ ഗുരുതരമാണ്. അത് ജയകുമാർ സാർ ഒന്നുകിൽ സാർ സിസ്റ്റത്തിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാർ വളരെ വളരെ മിതമായി സംസാരിക്കുന്ന ആളായതുകൊണ്ടായിരിക്കാം. എന്തായാലും സാർ പറഞ്ഞ രണ്ടാം ഭാഗത്തിൽ ശക്തമായ വിയോജിപ്പുണ്ട്. അത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അതും കൂടി ചർച്ച ചെയ്യണമല്ലോ. വാദമാകുമ്പോൾ സംവാദമാണ്, വാക്കുണ്ടെങ്കിൽ മറുവാക്കുമുണ്ട്. എന്താണ് രണ്ടാം ഭാഗം? സിദ്ധാന്തം, പ്രയോഗം. കേരള സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ്, പല ദേവസ്വം ബോർഡും ഉണ്ടല്ലോ. അതിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്ന് കോവിഡ് കാലത്ത് കുറേ പണം സർക്കാർ വാങ്ങി. അത് ഗുരുവായൂർ ദേവസ്വം ആക്ട് 1978 ആക്ട് ഓഫ് 1978 പ്രകാരം ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പെല്ലാം ക്ഷേത്രത്തിനുള്ളതാണ്, ബോർഡിനുള്ളതാണ്, ദേവസ്വം ബോർഡിനുള്ളതാണ്. അത് പബ്ലിക് റിലീജിയസ് ഗുരുവായൂർ ദേവസ്വം ഇസ് എ പബ്ലിക് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ dedicated Lord Guruvayurappan and all its properties and funds shall be used only for religious, charitable and educational purposes and connected with the temple എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും കോവിഡ് കാലത്ത് ക്ഷേത്രത്തിൻ്റെ കുറേ തുക സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം സർക്കാരിന് കൊടുത്തു. അങ്ങനെ കൊടുത്ത സമയത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. സർക്കാരിൻ്റെ ട്രഷറിയിൽ നിക്ഷേപിച്ച കഥകളുമുണ്ട്. ഇതിനോട് ഹിന്ദു ഐക്യവേദി കോടതിയിൽ പോയി, സമൂഹം കോടതികളിൽ പോയി. കോടതികളിൽ പോകാതിരുന്നെങ്കിൽ, കോവിഡ് കാലത്ത് ഹിന്ദു ഐക്യവേദി കോടതികളിൽ പോകാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സ്വത്ത് ആ സർക്കാരിന് കിട്ടിയ ദേവസ്വം ബോർഡ് എടുത്ത ദേവസ്വം ബോർഡിനോട് അണ്ണബുഷിലെ റിക്വസ്റ്റ് ചെയ്ത് കാണും. അങ്ങോട്ടാണല്ലോ കൊടുക്കുന്നത്. അണ്ണബുഷിലെ റിക്വസ്റ്റ് ചെയ്തു, അവർ കൊടുത്തു. കാര്യം സർക്കാർ വയ്ക്കുന്ന ആളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അപ്പോൾ അവർ കൊടുത്തപ്പോൾ തീർച്ചയായും ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കോടതിയിൽ പോയതുകൊണ്ട് അത് മിണ്ടാതിരുന്നു. അത് വലിയ വിഷയമായി. കോടതിയിൽ പോകാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും ആ പൈസ സർക്കാരിന് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ദേവസ്വം ബോർഡ് സ്വതന്ത്ര ബോഡിയാണ്. 2028-ലും 2018-ലും 2021-ലും ഒക്കെ കോടതി പറഞ്ഞു. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട്. അതുപോലെ തന്നെ ഭക്തനായ ഒരു CK രാജൻ കോടതിയിൽ പോയിരുന്നു. അദ്ദേഹം കോടതിയിൽ പോയപ്പോഴും ഈ വിഷയങ്ങൾ വന്നു. CK രാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1993 2000 കാലഘട്ടത്തിലാണ് വന്നത്. അതും ഈ പറഞ്ഞ പോലെ ഒരു കാര്യം പറഞ്ഞു. 2018-21 കോവിഡ് കാലത്തും ഇതുപോലത്തെ ഒരു കേസ് വന്നു. അപ്പോൾ ഇങ്ങനെ കേസുകളൊക്കെ വന്നെങ്കിലും സർക്കാരിന് ഇനി കവനൻറ്റുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടി നോക്കിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കവനൻറ്റിൽ പറയുന്നത് വിശ്വാസിയായിരിക്കണം ക്ഷേത്രഭരണം നടത്തേണ്ടത്. പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് വിശ്വാസിയാണോ? പ്രയാർ ഗോപാലകൃഷ്ണൻ വിശ്വാസിയാണ്. ശബരിമലയിൽ 18-ാം പടിയിൽ തേങ്ങ തലയിൽ വെച്ച് 18-ാം പടി കയറിയിട്ടുള്ള ആളാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ. പത്മകുമാർ 18-ാം പടി കയറിയിട്ടുണ്ടോ? ഇരുമുടി കെട്ടിയിട്ടുണ്ടോ? മാല ഇട്ടിട്ടുണ്ടോ? വിശ്വാസിയാണോ? വിശ്വാസിയാണെങ്കിൽ മാല കെട്ടണോ? ശബരിമല കിട്ടണം. പക്ഷേ ശബരിമല മുതൽ ക്ഷേത്രത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രസൻ്റ് ആയിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും മലയ്ക്ക് പോണ്ടേ? ബാക്കി അല്ലാതെ തൊഴാം അയ്യപ്പന്, എന്നാലും മലയ്ക്ക് പോണ്ടേ? ഒരു ചെറിയ ചോദ്യം. അതുപോലെ വാസു, ഇപ്പോഴത്തെ പ്രശാന്ത്, ഇവരെല്ലാം വിശ്വാസികളാണോ? അവിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് എങ്ങനെ വിശ്വാസികളുടെ ഒരു മതപരമായ വിശ്വാസി സ്ഥാപനത്തിൻ്റെ ചീഫായിട്ട് ഇരിക്കാൻ പറ്റും? അത് മന്ത്രിയും അപ്പോൾ വിശ്വാസിയായിരിക്കണ്ടേ? കവനൻറ്റിൽ വിശ്വാസികൾക്ക് മാത്രമേ ഇതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് വരാൻ പറ്റുമോ ഉള്ളൂ എന്ന് നിയമമുണ്ടോ? അങ്ങനെ സത്യവാങ് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ സത്യവാങ്ങില്ലെങ്കിൽ ഇനി ഒരു സത്യവാങ് വേണ്ടേ? അതാണ് ചോദ്യം. ഒരു സത്യവാങ്ങിന് പ്ലഡ്ജ് വേണ്ടേ? ഞാൻ വിശ്വാസിയാണ്, ശബരിമലയിൽ വരുന്നില്ല. കാര്യം അതിന് സാറിനോട് ഞാൻ സംസാരിക്കുമ്പോൾ കിട്ടുന്ന സാറുമായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ വരുന്നത് അവിശ്വാസികളായിട്ടുള്ളവരിൽ വിശ്വാസികളായിട്ടുള്ളവരെയാണ് ഒക്കെ എടുക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവരിൽ വിശ്വാസികളായിട്ട് ഉള്ളവരെ എടുക്കും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഇവർ വിശ്വാസികളാണോ? അല്ല എന്നാണ് ചരിത്രം തെളിയിക്കുന്നത്. കാരണം കടകംപള്ളി സുരേന്ദ്രനായാലും അതുപോലെ തന്നെ വാസവനായാലും ശബരിമലയിൽ ചെന്ന് ഇപ്പോൾ രാഷ്ട്രപതി വന്നപ്പോൾ പോയി പല കാലഘട്ടത്തിൽ ഇവർ ക്ഷേത്രത്തിന് നടച്ച് നിൽക്കാറുണ്ട്. അവർ തൊഴാറില്ല. തൊഴാത്ത ആൾ വിശ്വാസിയല്ലല്ലോ. അപ്പോൾ അവിശ്വാസിയായ മന്ത്രിക്ക് ഇരിക്കാൻ കവനൻ്റ് പ്രകാരം പ്രയോഗത്തിൽ ശരിയാണോ? ഒന്നാമത്തെ ചോദ്യം. 2, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഫണ്ട് സർക്കാരിലേക്ക് കിട്ടിയപ്പോൾ ആരും കോടതിയിൽ പോകാതിരുന്നെങ്കിൽ, ആരും കോടതി പോയില്ല, പോകും, അത് വേറെ വിഷയം, പോകാതിരുന്നെങ്കിൽ അത് സർക്കാരിന് എടുക്കാൻ പറ്റില്ലേ? രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം കൂടി ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. സർക്കാരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വയ്ക്കുന്നത്, ദേവസ്വം ബോർഡിൽ പിന്നെ മെമ്പർമാരെ വയ്ക്കുന്നത്, വിജിലൻസ് ഓഫീസർ, ഒരുപാട് ആളുകളെ പോസ്റ്റ് ചെയ്യുന്നതിൽ സർക്കാരിന് വലിയ പങ്കുണ്ട്. 1,
2, ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സർക്കാർ വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ നോമിനി ആയതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഗവൺമെൻറ് പറയുന്ന ആളുകളെ തന്നെയായിരിക്കും ഈ ബാക്കി പോസ്റ്റുകളിൽ വെക്കുന്നത്. 2, IAS പലപ്പോഴും ഇപ്പോൾ K. ജയകുമാർ, KR ജ്യോതിലാൽ, അതുപോലെ തന്നെ IPS വിജയൻ IPS, അതുപോലെ തന്നെ പല IAS പിന്നെ ശ്രീജിത്ത് IPS, ഇങ്ങനെ IPS IAS ശബരിമലയിൽ സ്പെഷ്യൽ ഓഫീസർ തസ്തികയിൽ വരാറുണ്ട്. അവിടെയെല്ലാം ഗവൺമെൻറ്റിൻ്റെ ശക്തമായ നിയന്ത്രണമല്ലേ ഉള്ളൂ. അതിനപ്പുറം എന്ത് സിദ്ധാന്തത്തിൽ പറഞ്ഞിരുന്നാലും എന്ത് പ്രയോഗത്തിൽ പറഞ്ഞിരുന്നാലും അതിനപ്പുറം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിയമനത്തിലാകട്ടെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ? ഓഡിറ്റ് സർക്കാർ നടത്തുന്നു, നടത്തണ്ടെന്ന് പറയാൻ പറ്റില്ല. നിയമനങ്ങൾ പ്രധാന നിയമനങ്ങൾ സർക്കാർ നടത്തുന്നു, അവിശ്വാസികളെയും നിയമിക്കുന്നു, കവനൻ്റ് ഇങ്ങനെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുന്നു. ഈ സാഹചര്യത്തിൽ പ്രയോഗത്തിൽ നമ്മൾ കണ്ടുവരുന്നത് എന്താണ്? ഇതും കൂടി ജയകുമാർ സാർ അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ളൊരു തോന്നൽ വിശ്വാസി സമൂഹത്തിനുള്ളത് കൊണ്ടാണ് അവർ എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതും കൂടി സാറ് അഡ്രസ്സ് ചെയ്യണം. തീർച്ചയായും ഇതൊരു വലിയ വിഷയമാണ്. സിദ്ധാന്തത്തിൽ സാറ് പറയുന്നതെല്ലാം കറക്റ്റാണ്, പ്രയോഗത്തിൽ അങ്ങനെയല്ല. കേരളമായതുകൊണ്ട് ഇപ്പോൾ ഗുരുവായൂർ പൈസ തന്നെ എടുത്ത് കേസും വഴക്കൊക്കെ ആയതുകൊണ്ടാണ് അത് നിന്ന് പോയത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ ആരും കേസിന് പോകാത്തൊരു സമൂഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സാങ്കല്പിക സമൂഹമായിരിക്കാം. പക്ഷേ ആണെങ്കിലും പ്രയോഗത്തിൽ പണമെല്ലാം എടുക്കുക തന്നെ ചെയ്യും. യൂണിവേഴ്സിറ്റിയുടെ പൈസ ഇത് യൂണിവേഴ്സിറ്റി ഓട്ടോണമസ് ആണെന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയുടെ പണവും ഗവൺമെൻറ് ഇടയ്ക്ക് വിഡ്രാ ചെയ്തിട്ടുണ്ട്. വിഡ്രാ മീൻസ് റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്യും, പ്രഷർ ചെയ്യും, വാങ്ങും. അങ്ങനെയുള്ള സാധ്യതകളുമുണ്ട്. 2, ഞാൻ ഈ പറഞ്ഞ അവിശ്വാസികളെ തന്നെയാണ് സമ്പൂർണ്ണമായി ശബരിമലയിലും മറ്റൊരുപാട് ക്ഷേത്രങ്ങളിലും ഭരണ രംഗത്ത് വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് കവനൻ്റ് അനുസരിച്ച് ശരിയാവുക എന്നുള്ളത് കൃത്യമായൊരു പ്രായോഗിക ചോദ്യമായി അന്തരീക്ഷത്തിൽ ഉണ്ട്.